ഹലോ, ഞാൻ സുനി സജീവ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റ, ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനം, സന്തോഷം, സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. ഈ നാമത്തിൽ മാത്രമേ നമുക്കിതൊക്കെ കിട്ടുള്ളൂ. വേറെ ലോകത്ത് ഒരു ദൈവവും പറഞ്ഞിട്ടില്ല, ലോകാവസാനത്തോളം ഞാൻ നിന്നോട് കൂടിയുണ്ട്, നിൻ്റെ പാപത്തെ മറന്നു കളഞ്ഞ് നിന്നെ ഞാൻ അനുഗ്രഹിക്കും, ഇങ്ങനെയൊക്കെ പറയാനും നമുക്കടെ പാപത്തെ ക്ഷമിക്കാമെന്നോ പാപമുണ്ട് ഇതൊക്കെ പറയാൻ ഒരാൾ വന്നത് യേശുമ്പുരാ മാത്രമാണ്. നമ്മുടെ പാപങ്ങൾ പിന്നെയാണ് പാപം, മാനസാന്തരം, ഇതൊക്കെ നമുക്ക് അപ്പം നമുക്കെല്ലാം അതൊക്കെ അനുഭവിച്ച് ആ മാനസാന്തരത്തിലൂടെയൊക്കെ പോയി യേശുവിൻ്റെ ദിവ്യ സ്വഭാവത്തിൻ്റെ ഉടമയാകട്ടെ. ഇന്ന് വായിക്കണ വചനം അത് തന്നെയാണ്. നിത്യജീവൻ, ഏക സത്യദൈവമായ അവിടുത്തെ അങ്ങയച്ച യേശു ക്രിസ്തുവിനെ അറിയുക എന്നത് തന്നെയാണ് നിത്യജീവൻ. അപ്പോൾ നമ്മൾ ആ യേശു എന്നാന്ന് അറിയണം. ഈ ക്രിസ്ത്യാനിയുടെ ദൈവമായിട്ടല്ല യേശുമ്പരാൻ അറിയപ്പെടേണ്ടത്, ലോകത്തിൻ്റെ പിതാവായ ദൈവത്തിലേക്ക് വഴി നടത്തുന്നവൻ യേശുമ്പരാൻ പറഞ്ഞാൽ ഞാനാണ് വഴിയും സത്യവും ജീവനെന്ന്. അപ്പോൾ ഞാൻ മുഖാന്തരം അല്ലാതെ ആരും പിതാവിലെത്തൂലെന്ന്. അപ്പോൾ നമ്മൾ വേറെ ആരും മുഖാന്തരം എത്താനേ പറ്റൂല. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ആ സ്വഭാവം, യേശു എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ മേക്കിങ്ങാണ്. അപ്പോൾ നമ്മളെപ്പോഴും പ്രാർത്ഥന കുറേ കാണാണ്ട് പ്രാർത്ഥിക്കുക എന്നല്ല, കുഞ്ഞിലേ മുതൽ എനിക്ക് വലിയ ആഗ്രഹം എൻ്റെ പൗലോ കുഞ്ഞിനെ യേശുവിൻ്റെ സ്വഭാവം ആകണം എന്നൊക്കെ. കുഞ്ഞിലേ മുതൽ യേശുവിനെ ട്രെയിൻ ചെയ്ത് യേശുവിൻ്റെ സ്വഭാവം അങ്ങനെ നമ്മൾ തന്നെ ആഗ്രഹിച്ചാൽ മതി കേട്ടോ. ഞാൻ എല്ലാം ആഗ്രഹിച്ചത് യേശുവിൻ്റെ പ്രാർത്ഥനയായിട്ട് വന്നപ്പോൾ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം യേശുവിൻ്റെ സ്വഭാവം പോലെ ആകണം. അപ്പം ആ ആഗ്രഹവും നടക്കും. ആഗ്രഹിക്കാണ്ടിരുന്നാൽ എന്താ ചെയ്യണേ, ആഗ്രഹിക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ പിന്നെ ഗീവ് അവയുടെ കാര്യം, ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഗിഫ്റ്റ് വൗച്ചർ 1000 രൂപയുടെ കഴിഞ്ഞ ദിവസം എല്ലാവർക്കും കിട്ടിയവർ പറഞ്ഞില്ലേ, അപ്പോൾ അവർ കൊടുത്തു. അപ്പോൾ അവരോടൊന്ന് ഇതിൽ കമൻറ്റ് ഇടാൻ പറയാമായിരുന്നു. അപ്പം അടുത്തത് കിട്ടും, അടുത്ത ഈ 31-ാം തീയതി എടുക്കും. അപ്പോൾ പിന്നെ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇതുപോലെ തന്നെ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ പേജാട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ചെയ്താൽ അത് ഡയമണ്ട് റിങ് ആട്ടോ. ജനുവരി 31 ഞറക്കെടുക്കും. പിന്നെ അവിടെ ക്യാഷ് പർച്ചേസിങ്ങിന് 25,000 ഇതുണ്ട്, എന്താ ഡയമണ്ട് റിങ് ഉണ്ട്. അല്ല പോയി ബമ്പർ ഞെറുക്കെടുപ്പ്, ഡയമണ്ട് റിങ്, കുറേ ഡയമണ്ട് റിങ്ങും ഞാൻ സ്വർണ്ണ കോയിനൊക്കെ ഉണ്ട്. അപ്പോൾ കടയിൽ വരിക. ഇന്ന് വലിയ സന്തോഷം ഉണ്ടായിട്ട് പ്രേംലൂലെ മമിത ബൈജു അല്ലേ, മമിത, ആ കൊച്ചിൻ്റെ അമ്മയും അനിയത്തിയും വന്നിട്ടുണ്ടായിരുന്നു. ഓ, ഉച്ച വരെ എന്ത് രസമായിരുന്നു. ഒരു ജാട ഒന്നുമില്ല കേട്ടോ എൻ്റെ പൊന്നെ. ഫിലിം സ്റ്റാറിൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞ പാട്ട് നമ്മളിങ്ങനെ കേൾക്കാറില്ലേ. ഭർത്താവേ, എന്ത് രസം. നമ്മുടെ കൂട്ടുകൂടി നമ്മളോട് പോലെ നല്ല ഒഴുകി. ഓ, എന്ത് നല്ല ക്യാരക്ടറാ, നല്ല രസമായിട്ടോ. ഞാൻ കൊച്ചിനെ അല്ലട്ടോ, കൊച്ചിൻ്റെ അമ്മയുടെ അനിയത്തിയുടെ കാര്യം. ഓ, അമ്മയുടെ അനിയത്തി ഒരു കിലുക്കാൻ പറ്റി കട അപ്പിടിയും ചിരിയായിരുന്നു. ഫുൾ ഇന്ന് മൊത്തം അവർ വന്നിട്ട് ഫുള്ള് സ്വർണ്ണക്കട നിറച്ച് തിരക്കുമായിരുന്നു. കിലുക്കാമ്പെട്ടി പോലെ ചിരി ബഹളവും മൊത്തം എൻജോയ് ചെയ്തു. പക്ഷേ ഒരു സങ്കടം ഉണ്ടായിപ്പോയി. ബൈബിൾ ക്ലാസ് ക്ലോസായിരുന്നു. എൻ്റെ ബൈബിൾ ക്ലാസ് നഷ്ടപ്പെട്ടു. അത് ഏറ്റവും വലിയ നഷ്ടം തന്നെയാണ്. കാര്യം അവർ വന്നതിൽ സന്തോഷം ഉണ്ടെങ്കിൽ എനിക്ക് ബൈബിൾ ക്ലാസ് അത് ഒരു വലിയ വിഷമമായിപ്പോയി. അപ്പം ഇന്നത്തെ മനോഹരമായ വീഡിയോ നിങ്ങൾ ഒരിക്കലും ഞാൻ വീഡിയോ ഇടാത്തൊരു സാധനം കേട്ടോ. അതെന്താണെന്നറിയണ്ടേ, ബെഡ്ഷീറ്റ്. അത് ഞാൻ എന്താ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിതാണ് വീട്ടിൽ ഇട്ടത്. അപ്പോൾ ഈ കമ്പനിയുടെ എത്ര കാലമായെന്നറിയാമോ, ഞാൻ വൈറ്റും എന്നിട്ട് പോലും ഒരു കുഴപ്പവും ഇല്ല. നല്ല കംഫോർട്ടാണ് ഇതിൻ്റെ ബെഡ്ഷീറ്റ്. അപ്പോൾ ഞാനത് കാരണം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം കേട്ടോ. ഇത് ഇങ്ങനെ ഇരിക്കും ഈ ബെഡ്ഷീറ്റ് ഇട്ടാൽ. ഇത് കിങ് സൈസ് ആട്ടോ. കിങ് സൈസ് അറിയാൻ പാടില്ലേ, 6 അടി 6 ഇഞ്ച് 6 അടി 6 വീത്. ഇതിൻ്റെ മീറ്റർ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതപ്പടി നമ്മൾ ഇങ്ങനെ ആവശ്യമുള്ളവർക്ക് ഇത് എടുക്കും, കിങ് സൈസിൻ്റെ. പിന്നെ എൻ്റെ തുണി ഇതേ നല്ല പ്യുവർ കോട്ടൺ, ഇങ്ങനെ എന്നാ നല്ല ഒട്ടും കനമൊന്നുമില്ലാത്ത സൂപ്പർ സംഭവം. 1399 രൂപയുള്ളൂ. സൂപ്പറാണ്. ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്, അത് കാരണം കേട്ടോ പറഞ്ഞേ. കിങ് സൈസാണ് 1399. 2000 ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഏത് കമ്പനിയാണ്? ഈ കമ്പനി തന്നെയാണ്. കിങ് സൈസ് തന്നെയല്ലേ? പല വിലയാണോ? അയ്യോ, ഇതിന് 1485.
ഇതിൽ തന്നെ ആട്ടോ, MRP ആട്ടോ. ഇത് ഇങ്ങനെ ബെഡ്ഷീറ്റ് ആ കമ്പനിയുടെ തന്നെ ബ്രാൻഡ് കമ്പനി, നല്ല നല്ല കമ്പനിയാണ്. കിങ് സൈസാണ്. നമ്മൾ എടുത്ത് ഉപയോഗിച്ച് കഴുകി പറക്കാനൊന്നും ഒരു കംപ്ലൈൻ്റ് ഇല്ലാത്ത സംഭവമാണ്. കാര്യം ഇത്രയും വിലയുള്ളൂങ്കിലും നല്ല സ്റ്റാൻഡേർഡ് സംഭവം. ഞാൻ നമ്മുടെ വീടിൻ്റെ താമസം കുറേ പല വിലയുടെ എടുത്തു. ഇങ്ങനെ കട ഉദ്ഘാടനമല്ല, താമസത്തിൽ അത് വരുമ്പോൾ എന്നിട്ട് അല്ല അതൊക്കെ നമ്മൾ ഭദ്രമായിട്ട് എടുത്തു വെച്ചേക്കും കേട്ടോ. എന്നിട്ട് ഇതാ ഇപ്പം യൂസ് ചെയ്യണം റഫായിട്ട്. അതൊരു ഇങ്ങനെ അപ്പോൾ അത് വല്ലവരും വരുമ്പോൾ മാത്രം. പക്ഷേ ഇത് ഇപ്പോൾ ഞാൻ ഇങ്ങനെ എപ്പോഴും തന്നെ അത് പണ്ട് അവരുടെയൊക്കെ എന്തെങ്കിലും ഫങ്ഷൻ വെക്കുമ്പോൾ അതെടുത്ത് ഇരിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല, ഇത് തന്നെയൊക്കെയാണ്. നല്ല രസമാണ്. നല്ല പേസ്റ്റൽ കളേഴ്സൊക്കെ ഉണ്ട്, എല്ലാം നല്ല പേസ്റ്റൽ കളറൊക്കെ. കിങ് സൈസ് കാണിച്ച് ഇതെപ്പോഴും നീങ്ങാം. അതെ, ഇതെല്ലാം ഇതെപ്പോഴും അതും ഇത് ക്യൂനാണ്. ഇതൊന്ന് നോക്കിയിട്ട് വേണ്ട. ഇതൊക്കെ കിങ് സൈസാണ്. കിങ് സൈസ് ഇവിടെ അപ്പടി ഈ സെക്ഷൻ അപ്പടി കിങ് സൈസ് തീരട്ടെ. കിങ് സൈസ് തന്നെയാണ് കേട്ടോ. 1540 തുണി ഇതാട്ടോ. അതെ, ഞാനൊരു 2 പില്ലോ കവറാട്ടോ. ഇതിലേക്ക് നല്ല ഡീസൻ്റായിട്ട് അവർ വെച്ചേക്കണം. ഞാനത് വലിച്ച് ചാടിച്ചൊന്ന് കാണിക്കും. ഇത് ഒരെണ്ണം ചാടിക്കാൻ പറ്റണല്ലേ. പ്യുവർ കോട്ടൺ എല്ലാം ഉണ്ട്. ബ്രാൻഡഡ് കമ്പനിയാണ്. ഇതിൽ എഴുതിയേക്കണ എല്ലാ കാര്യവും ഇതിൽ തന്നെ കാണും. കിങ് സൈസ് തന്നെയല്ലേ? 1549. നല്ലതാട്ടോ, പെട്ടെന്ന് ഇവിടെ തീരും കേട്ടോ. ഇത് ആദ്യമായിട്ട് നമ്മൾ ഇങ്ങനെ ബെഡ്ഷീറ്റിൻ്റെ വീഡിയോ ചെയ്യണ കാരണം ഇതും പെട്ടെന്ന് തീരും. ബെഡ്ഷീറ്റിൻ്റെ വീഡിയോ ചെയ്യാനായത് കാരണം കുറേ എടുത്തിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ ഞാൻ മറന്നു തന്നെ ബെഡ്ഷീറ്റിൻ്റെ എടുത്തുകൊണ്ട് വരാൻ. ഇവിടെ ബെഡ്ഷീറ്റ് തീർന്നിരിക്കുമായിരുന്നു എൻ്റെ പൊന്നെ. അപ്പം എന്നോട് തന്നെ കുറച്ചെടുത്തൊരു വീഡിയോ കൂടെ ഇങ്ങ് പിടിച്ചേക്കാം. ഇതുകൂടെ ഉള്ളൂ കേട്ടോ കിങ് സൈസ്. എല്ലാം നല്ല പേസ്റ്റൽ കളർ, നല്ല സൂപ്പർ കളർ കോമ്പിനേഷനാണ്. എല്ലാം ക്യൂനല്ലേ? ഇത് ക്യൂനാട്ടോ. അത് മറ്റത് 6 അടിയാണ് നീളവും വീതിയും. ഇത് നേരെ തിരിച്ചാന്ന് തോന്നുന്നു 5 അടി ഒക്കെ ആയിരിക്കും. ക്യൂൻ സൈസ് നമ്മൾ കട്ടിൽ മേടിക്കുമ്പോഴും അങ്ങനെയല്ല, കിങ്ങും ക്യൂനും നോക്കിയല്ലേ മേടിക്കണേ. ഇത് 1135. ഈ വില വെച്ചൊക്കെ ഒത്തിരി നല്ല ബെഡ്ഷീറ്റാട്ടോ. ഇതെല്ലാം ബെഡ്ഷീറ്റാണെന്നറിയാമോ? നല്ല സൂപ്പർ ബെഡ്ഷീറ്റ്, വൈറ്റ്. അതിൻ്റെ ഉള്ളിലത്തെ ഡിസൈൻ കാണിച്ചേക്കാം വൈറ്റിൻ്റെ. ഇത് ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ എങ്ങടെ ഒന്നും എടുത്ത് കാണിച്ചേക്കാം. 1265. ഇതേ എല്ലാം പേസ്റ്റൽ കളറാണ്. അതിൻ്റെ ഭംഗി ഒത്തിരി ഉണ്ട്. കഴിഞ്ഞ ദിവസം ഇത് 5-6 എടുക്കാൻ വന്നൊരു കയറി താമസം. അന്നേരമാണ് നമ്മുടെ ഇതിവിടെ ഉണ്ടായിരുന്നു. നഷ്ടമായിപ്പോയി, ഞാൻ മറന്നുപോയായിരുന്നു എടുക്കാൻ. അപ്പം അങ്ങനെ ഒരു കസ്റ്റമർ നഷ്ടപ്പെട്ടു, ഓടിപ്പോയി എടുത്തത്. അടിപൊളി സംഭവമാണ്. പ്യുർ കോട്ടൺ ആട്ടോ. മറുവശത്ത് അതിൻ്റെ നീളവും വീതിയും ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്.
ഇത് എടുത്ത് വിടത്തി കാണിക്കലില്ല കേട്ടോ. ഇത് അയക്കുമ്പോൾ മിക്കവാറും ഇങ്ങനെ അയക്കുന്നത് കാണുമൊന്നുമില്ല അല്ലേ? അല്ലേ ഭയങ്കര പാട്. പിന്നെ തിരിച്ച് നമുക്ക് ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് ഒക്കെ കീറിപ്പോവേ. അപ്പോൾ ഇതിങ്ങനെ ഒക്കെ കാണാമല്ലോ. സെയിം ഇത് ഇങ്ങനെ. അപ്പോൾ മടക്കി നമ്മൾ ഈ ഫോൾഡിങ്ങിൽ പ്രസൻറ്റ് കൊടുക്കാനൊക്കെ ആകുമ്പേ നമുക്കിത് നിങ്ങളെടുത്തില്ല ഓരോ ഇത് കൊടുക്കാനായാലും ഇങ്ങനെയൊക്കെ ആൾക്കാർ മേടിക്കുള്ളൂ. അപ്പോൾ ഇത് വിടത്തി കാണിക്കണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന നീളവും ഇത് സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചയച്ചാൽ മതി. ഇതിൻ്റെ ഫോട്ടോ എടുത്ത് തരാം. പിന്നെ ഇത് ഈ കാണുന്ന പോലെ തന്നെയാണ്. ഇതാണ് സംഭവം. അത് ക്യൂയും കഴിഞ്ഞാൽ ഇപ്പം കാണിച്ചു ഡബിൾ ഇപ്പം കാണിച്ചത് ഡബിളാണ് കേട്ടോ. 865. ഇത് 865ആണ്. ഇത് 865 ആട്ടോ ഡബിള്. തീർത്താമസത്തിനൊക്കെ കൊടുക്കാൻ ഏറ്റവും നല്ലതാണ്. എന്നാലും എത്ര ബെഡ്ഷീറ്റ് ഉണ്ടെങ്കിലും ഒരു വീടുകളിലും തികയില്ല. പല വിലയാട്ടോ. 995. ഇത് 995. നല്ല സൂപ്പർ സംഭവമാണ്. അയ്യോ നമ്മുടെ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ സ്കീമിൽ കൂടെ കേട്ടോ. നമ്മുടെ മമതാ ബൈജുവിൻ്റെ അതിൻ്റെ അമ്മ സ്കീമൊക്കെ കൂടിയിട്ട് പറഞ്ഞ വഴി ചാടിപ്പോയി. പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഓർണമെൻറ്റ്സ് എല്ലാം കണ്ടിട്ട് ഇത് അപ്പടി എനിക്ക് എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതങ്ങനെ ഭയങ്കര രസമായി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എക്സിബിഷനൊന്നും മുകളിൽ എനിക്ക് നിരാശയായി തുടങ്ങി. അത് ദൂരം കഷ്ടപ്പെട്ട ഓർണമെൻറ്റ്സ് കൊണ്ടുപോനെ. അപ്പോൾ ഇത് എന്ത് രസമാണ് ഒരിടത്ത് കാണാത്ത സെലക്ഷൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഓർത്തു ഇനി ഞാൻ എക്സിബിഷൻ പോകും. ഇനി ഞാൻ കഷ്ടപ്പെട്ട് ഒത്തിരി പാറ്റയും കൊണ്ടുവരുന്നൊക്കെ ഓർത്തു. ഇത് 995. ഇതും 995. നിങ്ങൾ ഇങ്ങനെ പ്രസൻറ്റ് കൊടുക്കാനൊക്കെ ഒത്തിരി നല്ലതാണ്. നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കാരണം കേട്ടോ ഇത്രയും. ഞാൻ പറഞ്ഞില്ല മുടിയിലൊക്കെ കരാട്ടിൻ ഞാൻ ചെയ്യുമ്പോൾ ഇത് കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിക് ബയോടാനിസാണ് സൂപ്പറാണ്. മുടി ചെയ്താൽ ഞാനത് ഉള്ള കാര്യമാണ് പറഞ്ഞത് എൻ്റെ തലയിൽ ചെയ്തിട്ട്. അതിൻ്റെ അനിയത്തി ഭയങ്കര കോമഡി ആട്ടോ. പുള്ളിക്കാരി പറയാം ഈ വാചകടി കണ്ട ഞങ്ങൾ ഇവിടുന്ന് പാലാക്കിടങ്ങൂരിന്ന് വന്നേ തള്ളാന്ന് ഓർത്തോണ്ടായിരുന്നു. ഇല്ലല്ലോ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ തള്ളൊന്നും പറയാറില്ല കേട്ടോ. ഉള്ളത് വിളിച്ചു പറയണേ ഉള്ളത്. തള്ളത് തോന്നാറുണ്ടോ? പിന്നെ എല്ലാ കാര്യം വിളിച്ചു പറയുന്നുള്ള ആകെ ഒരു പ്രോബ്ലം ഉള്ളൂ. 879. ഇത് ഡബിൾ കോട്ടിൻ്റെ ആട്ടോ. ഡബിൾ എക്സലല്ല, ഡബിൾ കോട്ട്. ഇതൊക്കെ ഡബിൾ കോട്ടിൻ്റെ പല വിലയാണ്. ഇത് 1040. ഇതാട്ടെ ഇതിൻ്റെ ഉള്ളിൽ. ഇത് 710. ഇതിന് 2 പില്ലോ കവറുണ്ട്. സിംഗിൾ പോലത്തെ ഇതോ ഡബിളാണ്. ഇനിയെല്ലാം സിംഗിൾ കോട്ടാട്ടോ. ഹോസ്റ്റൽ പിള്ളേർക്കൊക്കെ കനം കുറഞ്ഞ നല്ല ബെഡ്ഷീറ്റുകളാണ്. വില വിളിച്ചു പറയാട്ടോ. എല്ലാം 495. ഇതെല്ലാം നല്ല പേസ് കളറാണ്. 495 രൂപ കേട്ടോ. എല്ലാം പെട്ടെന്ന് തീരും കേട്ടോ. ഞാൻ ചുമ്മാ പറയണേ അല്ല. ഇത്രയും നല്ല ബെഡ്ഷീറ്റ് ഈ വിലയ്ക്കൊക്കെ കിട്ടുമ്പോൾ 495 രൂപ. ഞാൻ ഇതിലും കുറഞ്ഞതുണ്ടായിരുന്നു. അത് നമുക്ക് താഴെ ഇരിപ്പുണ്ട് കേട്ടോ. ഇച്ചിരി കന അധികമൊക്കെ അത് പോളില്ല. അത് കാരണം ഞാൻ ഈ കമ്പനിയായിട്ടും തന്നെ എടുത്തത്. കാര്യം വലിയ ലാഭമൊക്കെ ഈ MRP അവരിട്ടേക്കണമായത് കാരണം ഞങ്ങൾക്ക് വലിയ എന്നാലും ഗുണമല്ലേ. നല്ല സാധനം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ബെഡ്ഷീറ്റിൻ്റെ വീഡിയോയും കാണും. ഇന്നറൊക്കെ നമുക്കെല്ലാം ഉണ്ട് കേട്ടോ. ഇനി എവളുമാർ പറയും ഇന്നറിൻ്റെ വീഡിയോ പിടിക്കല്ലേന്ന്. അല്ല, നല്ല ബ്രാൻഡഡ് കമ്പനിയുടെ ട്രൈലോയുടെ ഇന്നറെന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊക്കെ ട്രൈലോ വേണം. നമുക്ക് നല്ല അപ്പോൾ ബ്രൈഡ ട്രൈലോ ഇങ്ങനെ നല്ല ബ്രാൻഡ്. പിന്നെ അതല്ല മറ്റേ ഏറ്റവും ബോഡി റൈം അല്ല എനിക്കിഷ്ടപ്പെട്ടത്. പിന്നെ എല്ലാം ഒത്തിരി ഉണ്ട്. ലോക്കൽ ഇതുകൊണ്ട് ബോഡി റൈം ഇവരൊക്കെ പാഡഡ് കപ്പൊക്കെ ഉള്ള
ഇന്നറ് പിന്നെ പാൻറ്റീസ് ഒക്കെ നല്ല ഈ കമ്പനികളുടെ ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ പിള്ളേരെ കോൺടാക്ട് ചെയ്താൽ മതി. പിള്ളേർ പറയുക ഞാൻ അതിൻ്റെ വീഡിയോ ചേച്ചി പിടിക്കുമെന്ന്. അങ്ങനെയല്ല, എല്ലാവരും അപ്പടി ഓൺലൈനിലല്ലേ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞിട്ട് നാളൊക്കെ ഒത്തിരി പേരെ ഇങ്ങനെ ഇന്നറും ഒക്കെ അവരെ കൊണ്ട് ഓൺലൈനിൽ അയപ്പിച്ചു. അപ്പോൾ എല്ലാം ഈ കൂടെ അങ്ങ് എത്തൂലോ. അപ്പോൾ അങ്ങനെ തോർത്ത് അതൊക്കെ ഉണ്ട്, ടർക്കി തോർത്ത് എല്ലാം ഉണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ പിടിച്ച് തരുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി. അണ്ടർ സ്കേർട്ട് എല്ലാം ഉണ്ട്, അപ്പോൾ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ സ്കീമിൽ കൂടുന്ന കാര്യം മറക്കരുത് കേട്ടോ. ഞാൻ സ്വർണ്ണക്കടയിൽ സക്സസ് ആയില്ലേ നിങ്ങൾക്കാ കുഴപ്പം. ഒരു പെണ്ണുങ്ങൾ ആദ്യമായിട്ട് കേരളത്തിൽ മറ്റേ പുറകെ കെട്ടിയന്മാരോ മക്കളോ അപ്പനോ അമ്മയോ പാരമ്പര്യമൊക്കെ കാണും. ഒന്നുമില്ലാണ്ട് ഈ യേശമ്പുരാൻ മുക്കുവനെ പിടിച്ച സുവിശേഷക്കാരനാക്കി ആ യേശമ്പുരാൻ ഒന്നും അറിയാൻ പാടാത്ത എനിക്ക് തന്ന പ്ലാറ്റ്ഫോമുകളൊക്കെയാണ് തുണിക്കട, തയ്യക്കട, ബ്യൂട്ടി പാർലർ, സ്വർണ്ണക്കട, ഇതൊക്കെ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. ദൈവം അനുഗ്രഹിച്ച ദൈവജനത്തിൻ്റെ സപ്പോർട്ട് വേണം. നമ്മളത് ജയിച്ചില്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് മൊത്തം ഒരു മോശമാണ്. അപ്പോൾ നിങ്ങൾ സ്കീമിൽ കൂടുക. അപ്പോൾ ഈ വീഡിയോ കണ്ടുപിടിക്കുന്ന എല്ലാവരും യേശമ്പുരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.